ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചന്ന മസാല റെസിപ്പി ആയിട്ടാട്ടോ. വെറും ചന്ന മസാലയല്ല, ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള രീതിയിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടാട്ടോ ഞാനിവിടെ ചന്ന മസാല ഉണ്ടാക്കുന്നത്. ഈ ഒലീവ് ഓയിലിന് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന്, ബ്രെയിൻ ഹെൽത്തിന്, അതായത് ഈ പ്രായമായി വരുന്നതിനനുസരിച്ച് നമുക്ക് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനത്തെ ഏജിങ് ആയിട്ടുള്ള പീപ്പിൾസിനൊക്കെ ഇത് ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. അപ്പം കുക്കിങ്ങിന് എൻ്റെ അഭിപ്രായത്തിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. 7 മണിക്കൂർ കുതിർത്ത കടല കുക്കറിൽ ഉപ്പിട്ട് വേവിക്കാൻ വെക്കണേ. ഞാൻ ടോട്ടൽ 7 വിസിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിന് വേണ്ടത് ഒരു തക്കാളി, ഒരു ഉള്ളി, 5-6 വെളുത്തുള്ളി, 5-6 ചെറുള്ളി, ഒരു ഇഞ്ചി കഷ്ണം. ഈ ചെറുള്ളി എന്തിനാ വെച്ചാൽ മൂപ്പിച്ചിടാനാണ് കേട്ടോ, ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 40 കാലറീസ് ഉണ്ട്. ചട്ടി ചൂടായ ശേഷം ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് പെരുംജീരകം മൂപ്പിക്കാനിടുക. ഈ ജീരകം മൂത്ത് വരുമ്പോൾ 5-6 ചെറുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഫുൾ ഉള്ളിയാണ്, കാരണം മിക്സായി വരുമ്പോൾ അത് മസാലയിലേക്ക് അലിഞ്ഞു പോയിക്കോളേ. ഈ ചെറുള്ളി ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കണേ. നന്നായി വഴണ്ടി വരുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒരു മൂത്ത് വരുന്നവരെ നന്നായി വഴറ്റണേ. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ക്യൂബ് കഷ്ണാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വലിയൊരു ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി നന്നായി പെട്ടെന്ന് വഴറ്റി വരും കേട്ടോ. നമ്മൾ കടല ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്, അപ്പം സൂക്ഷിച്ചും കണ്ടും ഉപ്പിട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഒരു ഏകദേശം നന്നായിട്ട് വാടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കാനുണ്ട്. കറിവേപ്പില ഞാൻ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോഴേ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നന്നായി ബ്രൗൺ കളറായ ശേഷം നമ്മുടെ ഒരു തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി നന്നായി മിക്സ് ചെയ്യണേ. നന്നായി വഴണ്ടി വരണം. തക്കാളി ഏകദേശം വഴണ്ടി വരുന്നുണ്ട്. അതിലേക്ക് ആ കടല വേവിച്ച വെള്ളമില്ലായിരുന്നോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. കാരണം കടലേൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ വെള്ളം നന്നായി ഒന്ന് കുറുകി വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാലകളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മീറ്റ് മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുക്കാൻ പോകുന്നത്.
അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി ഇടുക, പിന്നെ 1 സ്പൂണോളം മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം വേണമെങ്കിൽ കടലയിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് പാകമാണ്, അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലേൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് പോണ വരെ നന്നായി ഒന്ന് വഴറ്റി മിക്സ് ചെയ്യണേ. ഇപ്പം നല്ലൊരു മസാലേൻ്റെ മണം വരാനുണ്ട് കേട്ടോ. നമ്മുടെ ബീഫൊക്കെ വെക്കുമ്പോഴൊരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് വരുന്നുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഈ മസാല ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കടലല്ലേ പുഴുങ്ങി വെച്ചിട്ടുള്ള, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കടല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്, നല്ല ഹെൽത്തി ആണ്, വെയിറ്റ് ലോസിന് പറ്റിയ സാധനമാണ് എന്നൊക്കെ. നമുക്ക് ടോട്ടലി 260 അടുത്തോളം കാലറീസ് ഈ വെള്ളക്കടല തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് മസാല ഇതിലേക്ക് പിടിക്കണ വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. കുറുകി ഇതിലേക്ക് ഒന്ന് യോജിക്കണം ആ മസാലയൊക്കെ. തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഏകദേശം നമ്മുടെ കടല റെഡിയായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല, അതിനോട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല ഡ്രൈ ആവണ വരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കുക. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കടല മസാല റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഒരു ഏകദേശം 260 കാലറീസ് നിങ്ങൾക്ക് കിട്ടും. വൈകിട്ടൊക്കെ റെഡിയാക്കിയാൽ നിങ്ങൾക്ക് സെറ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനലിൽ അധികം ഹെൽത്തി ഫുഡ്സ്, വർക്കൗട്ട്സ് അതൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.